എന്നെപ്പോലെ എപ്പോഴെങ്കിലും നിങ്ങൾക്കും മുടി കൊഴിച്ചിലൊരു പ്രശ്നമായിട്ടുണ്ടോ, അല്ലെങ്കിൽ പ്രശ്നമാണോ? ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തായാലും കാണണം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹെൽപ്ഫുള്ളായിരിക്കും. കുറച്ച് നാൾ മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഈ പ്രോബ്ലം ഷെയർ ചെയ്തപ്പോൾ പലരും പല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് കേട്ടോ. ചിലർ പറഞ്ഞു ഞാൻ കഴിക്കുന്ന ഫുഡിൻ്റെ ഇഷ്യൂ കൊണ്ടായിരിക്കാം, ചിലർ പറഞ്ഞു എൻ്റെ ഉറക്കം ശരിയല്ലാത്തതുകൊണ്ടായിരിക്കാം, ചില ഫ്രണ്ട്സ് പറഞ്ഞു സ്ട്രെസ്സ് ഉള്ളതുകൊണ്ടായിരിക്കാം, പിന്നെ ചിലർ പറഞ്ഞു തലമുടി കഴുകുന്നത് ഹാർഡ് വാട്ടറിലായതുകൊണ്ടായിരിക്കാം, പിന്നെയും ചില ഫ്രണ്ട്സ് പറഞ്ഞു ഈ PCOD പോലത്തെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അപ്പോഴും മുടി കൊഴിച്ചിലുണ്ടാവാം. അപ്പോൾ ഇങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയിരുന്ന ഞാൻ ഭയങ്കര ടെൻസ്ഡും ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഇനി എനിക്ക് PCODയുടെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ടാണോ മുടി കൊഴിച്ചിൽ വരുന്നതെന്ന് അറിയാൻ വേണ്ടി ആ ടെസ്റ്റുകളെല്ലാം ചെയ്ത് നോക്കിയപ്പോൾ അത് നോർമലായിരുന്നു. പിന്നീടാണ് ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ആ ബ്ലഡ് ടെസ്റ്റിലാണ് അറിഞ്ഞത് എൻ്റെ യഥാർത്ഥ പ്രശ്നം എന്തായിരുന്നു എന്ന്. വൈറ്റമിൻസ് എല്ലാം ഭയങ്കര കുറവായിരുന്നു. വൈറ്റമിൻ ഡിയുടെ കുറവുണ്ടായിരുന്നു നല്ലോണം. അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് ഞാൻ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻറ്റ്സ് കഴിക്കാൻ തുടങ്ങി. മാത്രമല്ല സിങ്കും വൈറ്റമിൻ ബിയും ഒക്കെ കുറവായിരുന്നു. സോ അതിനുള്ള സപ്ലിമെൻറ്റ്സും എടുക്കാൻ തുടങ്ങി. ഇതിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ആയുർവേദ ഡോക്ടറാണ്. ആ ഫ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഈ കയ്യനതി വെളിച്ചെണ്ണ അതും തലയിൽ തേക്കാൻ തുടങ്ങി. ഞാനൊരു ആസ്തമാറ്റിക് ആയതുകൊണ്ട് എനിക്ക് ഡെയിലി ഇത് തലയിൽ തേച്ച് വെച്ചിട്ട് കുളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ആഴ്ചയിൽ 3 തവണ മാത്രം നന്നായിട്ട് തലയിൽ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു 1 അവർ അല്ലെങ്കിൽ മാക്സിമം 2 മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ നല്ലോണം ഷാമ്പൂ വാഷ് ചെയ്ത് കളയുമായിരുന്നു. ഇത് കുറച്ച് നാൾ കണ്ടിന്യൂ ചെയ്തു, ഒരു 2 മാസത്തോളം. ഇപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറവുണ്ട് കേട്ടോ. നിങ്ങൾക്കും മുടി കൊഴിച്ചിലൊരു പ്രശ്നമാണെങ്കിൽ നിങ്ങളും എന്തായാലും നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. വൈറ്റമിൻസിൻ്റെ കുറവുണ്ടെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് കഴിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലത്തെ ടിപ്സായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ ബൈ.